ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാച്ചിലേഴ്സ് പുലാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബായല അരിഞ്ഞു വച്ചിരിക്കുന്നു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞു വച്ചിരിക്കുന്നു, ഒരു പച്ചമുളക്, ഒരു തക്കാളി, 6 പീസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. മസാലകൾ എന്ന് പറയുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇതിനകത്താണ് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത്. സ്റ്റൗ കത്തിച്ചു, കുക്കർ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഇനി സവാള ഇടാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാവേ. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും നമ്മൾ മിക്സിക്കകത്ത് അരച്ച് പേസ്റ്റാക്കി എടുക്കാൻ പോവാണ്. എടുത്തു വെച്ചിരുന്ന മസാലകൾ ഈ അരച്ച പേസ്റ്റിനകത്തോട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ അതിനകത്ത് ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ സവാളക്കകത്തോട്ട് ചേർക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മസാലയും തൈരും അരച്ച് വെച്ച പേസ്റ്റും കൂടെ നമ്മൾ സവാളക്കകത്തോട്ട് ആഡ് ചെയ്ത് അതൊന്ന് ശരിക്കും കുക്കാവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. ഈ സമയത്ത് ആവശ്യമായ ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുക. നമ്മളിതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ അത് ഒന്ന് കുക്കാവണേ. ഈ മസാലയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുകയാണ്. പുതിനയും കൂടെ ചേർക്കുന്നു. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പീസ് ബട്ടറും കൂടെ ചേർക്കുകയാണ് അതിൻ്റെ അകത്ത്. ചേർത്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് അതിൻ്റെ വാൽവ് വെച്ചതിന് ശേഷം ഒരു വിസിലടിക്കുന്നിടം വരെ നമ്മൾ അത് അടുപ്പത്ത് വെച്ചേക്കുക. ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കുക്കറിനകത്തു നിന്ന് നമ്മൾ കടായിക്കകത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമ്മൾ അല്പം ഈ ചിക്കനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ ഇതിനാവശ്യമായിട്ട് 1 കപ്പ് റൈസാണ് നമ്മൾ 3/4 വേവിച്ച് വെച്ചിരുന്നത്. ആ ചോറ് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുകയാണ്. ബാസ്മതി റൈസാണ്. ബാക്കി വന്ന ക്യാരറ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യുക. ഇനി അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം ഇത് വേവിക്കാവേ. ആയിരിക്കണേ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്.
നമുക്കിതൊന്ന് തുറന്നു നോക്കാവേ. പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റ് ചെയ്യുമ്പോൾ കാണിക്കാം. വളരെ എളുപ്പമായിട്ട് നമ്മൾ ബാച്ചിലേഴ്സ് പുലാവാണ് ഉണ്ടാക്കിയത് കേട്ടോ. ബാച്ചിലേഴ്സ് ചിക്കൻ പുലാവ് പ്രവാസികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ പ്രവാസികൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജോലിയൊക്കെ ചെയ്ത് വന്നിട്ട് നമുക്ക് പെട്ടെന്നൊരു വൈകിട്ടത്തേക്ക് ഡിന്നർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ കാണിച്ചേക്കുന്നത്. ബാച്ചിലേഴ്സ് ചിക്കൻ പുലാവ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു മെനുവാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സന്തോഷമായിരിക്കുക. യൂട്യൂബിൽ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാമേ.